പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ എ ഫ്ലൈറ്റ് ഓഫ് 600 കിലോമീറ്റർ ആൻ എയർക്രാഫ്റ്റ് വാസ് slowed down due to bad weather. Its average speed for the trip was reduced by 200 km per hour and the time of flight increased by 30 minutes. Find the duration of flight. അപ്പോൾ ഇവിടെ 600 കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ട ഒരു ഫ്ലൈറ്റ് ബാഡ് വെതർ കാരണം സ്ലോ ഡൗൺ ചെയ്തു. അതിൻ്റെ ആവറേജ് സ്പീഡ് മണിക്കൂറിൽ 200 കിലോമീറ്റർ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. അപ്പോൾ സ്പീഡ് റെഡ്യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ടൈം 30 മിനിറ്റ് ഇൻക്രീസ് ആയി. ഫൈൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ഫ്ലൈറ്റ്. ഫ്ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 600 കിലോമീറ്റർ ആണ് എയർക്രാഫ്റ്റ് ട്രാവൽ ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ ആവറേജ് സ്പീഡ് എത്രയാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ആ സ്പീഡിൽ നിന്ന്, അതായത് അതിൻ്റെ ഒറിജിനൽ സ്പീഡിൽ നിന്ന് ബാഡ് വെതർ കാരണം 200 കിലോമീറ്റർ എന്ത് ചെയ്തു, സ്പീഡ് റെഡ്യൂസ് ചെയ്തു. അതായത് ഒരു മണിക്കൂറിലെ 200 കിലോമീറ്റർ സ്പീഡ് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ട ടൈം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ 200 കിലോമീറ്റർ സ്പീഡ് റെഡ്യൂസ് ചെയ്തത് കൊണ്ട് അതെത്തേണ്ട ടൈമിൽ നിന്ന് 30 മിനിറ്റ്സും കൂടെ എന്ത് ചെയ്യണം, ആ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യണം. അതായത് ടൈം 30 മിനിറ്റ്സ് ഇവിടെ ഇൻക്രീസ് ആയി. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഈ ഫ്ലൈറ്റ് പൊയ്ക്കൊണ്ടിരുന്ന സ്പീഡ് എത്രയാണ് എന്ന് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കതിനെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം, ലെറ്റ് ദ ഒറിജിനൽ സ്പീഡ് ഓഫ് ദി എയർക്രാഫ്റ്റ് ബി എക്സ് കിലോമീറ്റർ പെർ അവർ. ഇപ്പോൾ എക്സ് കിലോമീറ്റർ ആണ് ഒറിജിനൽ സ്പീഡ്. അപ്പോൾ എക്സ് കിലോമീറ്റർ സ്പീഡ് ഉള്ള ഈ എയർക്രാഫ്റ്റിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് എന്നും കൂടെ നമ്മൾ എഴുതണം. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ഫ്ലൈറ്റ് അറ്റ് ഒറിജിനൽ സ്പീഡ് ഇസ് ഇക്വൽ ടു എന്താണ്, സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഇവിടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടൈം ആണ്. അപ്പോൾ ടൈം എന്താ വരിക, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് വരിക. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് അറിയാം, എത്രയാണ്, 600 ഡിവൈഡഡ് ബൈ സ്പീഡ്. സ്പീഡ് നമുക്ക് എക്സ് എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 600 ബൈ എക്സ് അവേഴ്സ് ആണ് ഒറിജിനൽ സ്പീഡ് വെച്ചുള്ള ഫ്ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ. ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ബാഡ് വെതർ കാരണം 200 കിലോമീറ്റർ പെർ അവർ സ്പീഡ് റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ന്യൂ സ്പീഡ് എന്തായിരിക്കും, ന്യൂ സ്പീഡ് ഈസ് ഇക്വൽ ടു എന്തെഴുതാം, നമ്മുടെ ഒറിജിനൽ സ്പീഡ് എക്സ് ആയിരുന്നു, എക്സിൽ നിന്ന് 200 റെഡ്യൂസ് ചെയ്തു. അപ്പോൾ എക്സ് മൈനസ് 200 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ന്യൂ സ്പീഡ്. ഇത് വെച്ചുള്ള ഡ്യൂറേഷൻ കൂടെ നമ്മൾ എഴുതണം. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ഫ്ലൈറ്റ് അറ്റ് റെഡ്യൂസ്ഡ് സ്പീഡ് ഈസ് ഇക്വൽ ടു ടൈമിൻ്റെ ഇക്വേഷൻ എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് 600 ആയിരുന്നു, സ്പീഡ് ഇവിടെ എത്രയാണ്, എക്സ് മൈനസ് 200 ആണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ടൈമിൽ നിന്ന് 30 മിനിറ്റ്സ് ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പീഡ് റെഡ്യൂസ് ആവുന്നതനുസരിച്ച് എപ്പോഴും ടൈം എന്താവും, ഇൻക്രീസ് ആവും. അപ്പോൾ 30 മിനിറ്റ്സ് ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ, അതായത് ഈ രണ്ട്, അതായത് ഒറിജിനൽ സ്പീഡും റെഡ്യൂസ് സ്പീഡിൻ്റെയും ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 30 എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും, 600 ബൈ എക്സ് മൈനസ് 600 ബൈ എക്സ് മൈനസ് 200 ആണോ ചെയ്യേണ്ടത്, അതോ ഇതിൽ നിന്ന് ഇതാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ. എപ്പോഴും സ്പീഡ് കുറയുന്നതനുസരിച്ച് ടൈം എന്താവും, ഇൻക്രീസ് ആവും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്പീഡ് റെഡ്യൂസ് ആയിട്ട് ടൈം ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ടൈം എവിടെയാണ്, സ്പീഡ് റെഡ്യൂസ് ആയെടുത്താണ് അല്ലേ. അപ്പോൾ ഇതാണ് കൂടുതൽ ടൈം.
ഇതിനെക്കാട്ടിൽ കുറവാണ് ഇത്. അതായത് സ്പീഡ് കുറയുമ്പോൾ ടൈം എപ്പോഴും ഇൻക്രീസ് ആകും. അപ്പോൾ നമുക്കിവിടെ 200 കിലോമീറ്റർ സ്പീഡ് റെഡ്യൂസ് ആയി, അപ്പോൾ ടൈം കൂടി. അപ്പോൾ കൂടുതൽ ടൈമിൽ നിന്ന് കുറവ് വേണം നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ. തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് സൈൻ ഇട്ടായിരിക്കും ആൻസർ കിട്ടുക കേട്ടോ. അപ്പോൾ ടൈം കൂടുതലുള്ളത് ഏതാണ്? ഇതാണ്. ഈ ടൈമിൽ നിന്ന് ഈ ടൈം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ 30 മിനിറ്റ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡ്യൂറേഷൻ ഓഫ് ഫ്ലൈറ്റ് അറ്റ് റെഡ്യൂസ് സ്പീഡ് മൈനസ് ഡ്യൂറേഷൻ ഓഫ് ഫ്ലൈറ്റ് അറ്റ് ഒറിജിനൽ സ്പീഡ്. അതാണ് 30 മിനിറ്റ്സ്. അപ്പോൾ എങ്ങനെ എഴുതാം? 600 ഡിവൈഡഡ് ബൈ x minus 200 minus 600 by x is equal to 30. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 30 നമുക്ക് മിനിറ്റ്സിലാണ് തന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ നമ്മുടെ യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മിനിറ്റ്സിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ മിനിറ്റ്സിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 30 മിനിറ്റ്സിനെ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 30/60 ചെയ്യണം. അപ്പം 30/60. അപ്പോൾ ഈ 30/60യെ നമുക്ക് കട്ട് ചെയ്ത് എന്തെഴുതാം? 1/2 എന്ന് എഴുതാം. ഇനി നമ്മൾ ഇവിടെ LCM എടുക്കുന്നു. LCM എന്താണ്? x മൈനസ് 200 ഇൻറ്റു എക്സ് ആണ് LCM. ന്യൂമറേറ്ററിൽ എന്ത് വരും? 600x മൈനസ് 600 ഇൻറ്റു x മൈനസ് 200 is equal to 1/2. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ 600x മൈനസ് 600x മൈനസ് മൈനസ് അല്ല, മൈനസും മൈനസും കൂടെ പ്ലസ് ആകും. 6 2s are 12. എത്ര സീറോ വരും? ടോട്ടൽ 4 zeros ഉണ്ട്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ x² മൈനസ് 200x is equal to 1/2. ഇവിടെ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ 1,20,000നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 2,40,000 എന്നാവും. is equal to x² മൈനസ് 200x. നമ്മളിതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഇതിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ x² മൈനസ് 200x മൈനസ് 2400 is equal to 0. ഇനി നമുക്കിവിടെ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഇത് കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 200 കിട്ടണം. അപ്പം അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് നമുക്ക് വേണം. ഏതൊക്കെ എടുക്കാം? നെഗറ്റീവ് 600ഉം പോസിറ്റീവ് 400ഉം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്താൽ നെഗറ്റീവ് 200 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ 6 4s are 24ഉം 4 zeros കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് കിട്ടും. അപ്പം മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ എഴുതാം ഇതിനെ? x² മൈനസ് 600x പ്ലസ് 400x. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മൈനസ് 200x ആവും. മൈനസ് 2,40,000 is equal to 0. ഇനി നമ്മൾ കോമൺ എടുക്കുന്നു. ഇവിടെ നെക്സ്റ്റ് കോമൺ എടുക്കാം. അപ്പോൾ x മൈനസ് 600 പ്ലസ് ഇവിടെ നമുക്ക് 400 കോമൺ എടുക്കാം. അപ്പോൾ x മൈനസ് ഇവിടെ 600ഉം 400ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. അപ്പോൾ 400 ബാക്കി എടുത്താൽ കോമൺ എടുത്താൽ ബാക്കി 600 ഉണ്ട്. is equal to 0. ഇനി നമുക്ക് ഇവിടുന്ന് x മൈനസ് 600 കോമൺ എടുക്കാം. x മൈനസ് 600 കോമൺ എടുത്തു. എന്ത് വരും? x പ്ലസ് 400 is equal to 0. എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെ വരും? എക്സിൻ്റെ വാല്യൂ ഇവിടെ 600 വരും, ഇവിടെ നെഗറ്റീവ് 400ഉം വരും. അപ്പം നമുക്ക് നെഗറ്റീവ് വാല്യൂവിൻ്റെ ആവശ്യമില്ല. സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. therefore ഒറിജിനൽ സ്പീഡ് is equal to അതെന്താണ്? x ആയിരുന്നു അല്ലേ? is equal to
600 km/h ആണ് ഒറിജിനൽ സ്പീഡ് എന്ന് പറയുന്നത്. നമ്മളോട് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഡ്യൂറേഷൻ ആണ് ടൈം. ഡ്യൂറേഷൻ ടൈം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരുന്നു. ഡിസ്റ്റൻസ് നമുക്ക് 600 ആണ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. സ്പീഡ് നമുക്ക് എന്ത് കിട്ടി? 600 എന്ന് കിട്ടി. അപ്പോൾ എന്ത് വരും? 1 അവർ ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ളത് ഇവിടെ 30 മിനിറ്റ്സിലാണ് തന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് km/h ആണ് തന്നിട്ടുള്ളത്. അപ്പം മിനിറ്റിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഹവറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയെങ്കിലേ പ്രോബ്ലം കറക്റ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും കേട്ടോ. അപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.